കേരളമാണ് ഏറ്റവും കമ്പ്യൂട്ടറൈസ്ഡ്, ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ കേരളം ഇത്രയാണെങ്കിൽ മറ്റേ സ്റ്റേറ്റ്സ് പിന്നെയും പൂറായിരിക്കുന്ന അർത്ഥം. പക്ഷേ കേരളം നമ്പർ 1 എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വി ഹാവ് ടു കമ്പയർ വിത്ത് സിംഗപ്പൂർ, വി ഹാവ് ടു കമ്പയർ വിത്ത് അതർ കൺട്രീസ്. ബിക്കോസ് നമ്മൾ ആ ലെവലിലാണ്. വി കാൻ കമ്പയർ വിത്ത് അതർ സ്റ്റേറ്റ്സ്. ഐ എം സോറി, വി ആർ ഫാർ അഹെഡ്. പക്ഷേ ഒരു 100 മീറ്റേഴ്സ് റേസ് ചെയ്യുമ്പോൾ ഞാനാണ് ഏറ്റവും ഫസ്റ്റ് എന്ന് പറഞ്ഞ കാര്യമില്ല. ഹുസൈൻ ബോൾട്ടുമായിട്ട് എന്താണ് വ്യത്യാസം എന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പം അങ്ങനെ നോക്കുമ്പം നമ്മൾ വി മൈറ്റ് ബി സ്റ്റിൽ ലാഗിങ് ബിഹൈൻഡ്. പക്ഷേ ഇപ്പം ഓണറബിൾ ചീഫ് മിനിസ്റ്ററും ഇൻഡസ്ട്രീസ് മിനിസ്റ്ററും ഒക്കെ ഭയങ്കര ഫോഴ്സ്ഫുള്ളായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് ഓരോ ഫയലും. ഇപ്പം ഐ അറ്റൻഡ് എ ലോട്ട് ഓഫ് മീറ്റിംഗ്സ് വിത്ത് ഓണറബിൾ CM. ഒരു കിട്ടത്തട്ട 150-200 മീറ്റിംഗ്സ് അറ്റൻഡ് ചെയ്ത് കാണും. മെറ്റിക്കുലസ് ആണ് ഓരോ മീറ്റിങ്ങും. ഇറ്റ്സ് അൺബിലീവബിൾ. ബിക്കോസ് തമിഴ്നാട്ടിൽ ഞാൻ കണ്ടിട്ടില്ല, ആരും ഓൺലൈനായിട്ട് മീറ്റിംഗ് എടുക്കാറില്ല. ഫിസിക്കൽ മീറ്റിംഗ്സും വളരെ കുറവാണ് പൊളിറ്റിക്കൽ ലെവൽ. ഇവിടെ CM തന്നെ എത്ര മീറ്റിംഗ് എടുക്കുന്നുണ്ട്. സോ ഫോളോ അപ്സ് ഭയങ്കരമായിട്ട് ആകുന്നുണ്ട്. എബ്രാഹിം സാറിൻ്റെ ലെവലിൽ നടക്കുന്നുണ്ട്. ഓരോ സെക്രട്ടറി ടു CM ടേക്കിംഗ് ഡിസിഷൻസ്, മൂവിങ് തിങ്സ് സ്ലോലി ബട്ട് ഷുവർലി. എനിക്കുള്ള ഒരു ഡിഫിക്കൽട്ടി എന്ന് വെച്ചാൽ ഇത് കുറച്ച് സമയം കൂടുതൽ എടുക്കുന്നു തോന്നുന്നു, അത്രയേ ഉള്ളൂ പ്രോസസ്സിൽ. Since you worked in Tamil Nadu, can I ask what case marking automation, okay, where does Kerala stand and where does Tamil Nadu stand? And what's Kerala's strength and what would you say is Tamil Nadu? You're putting me in trouble. Yeah, but just No, citizen services, as far as citizens of Kerala is number 1, there's no doubt. ഒരു 900 services are online. പിന്നെ നമ്മുടെ പഴയ ചീഫ് സെക്രട്ടറി VP ജോയ് സാർ ഇരുന്നപ്പം he pushed this e-office a lot. He pushed e-സേവനം also. ഇപ്പോൾ e-സേവനം എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബൊക്കെ ഓഫ് സർവീസസ് ഓഫ് ഓൾ ദി ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. പക്ഷേ ദാറ്റ് അഗെയിൻ അകത്ത് പോയി കഴിഞ്ഞാൽ വേറെ വെബ്സൈറ്റിലേക്ക് പോകേണ്ടതാണ്. ദാറ്റ്സ് എ ഡിസഡ്വാൻറ്റേജ് ഓഫ് e-സേവനം. അപ്പം ഇഫ് യു ആർ എ സിറ്റിസൺ ഇൻ കേരള, യു ക്യാൻ ഗോ ടു ആക്ച്വലി e-സേവനം ആൻഡ് ദെൻ ലോഗിൻ. ഇപ്പം 10 ഡിപ്പാർട്ട്മെൻറ്റ് 10 പ്രാവശ്യം ലോഗിൻ ചെയ്യണം, 10 ഡിഫറെൻറ്റ് വെബ്സൈറ്റ്സ് ലോഗിൻ ചെയ്യണം. അതാണ് അതിൻ്റെ ഒരു ലിമിറ്റേഷൻ. പക്ഷേ വി ആർ ദെയർ. ഞാൻ പറയുന്നത് വെച്ചാൽ ഒറ്റ സിംഗിൾ സൈൻ ഓണിൽ എനി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകാനുള്ള ഒരു ഫെസിലിറ്റി വേണ്ടത്. അതാണ് കേസ് മാർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്തത്. e-സേവനം ഇസ് ദെയർ. തമിഴ്നാട് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ അത്ര സർവീസസ് ഓൺലൈൻ ആയിട്ടില്ല. കുറേ സർവീസസ് ഓൺലൈനാണ്, പക്ഷേ അഗെയിൻ വിൽ ബി ലെസ് കമ്പയർ ടു കേരള. സിറ്റിസൺ സർവീസസ് ആർ മച്ച് മോർ ഓൺലൈൻ ഇൻ കേരള. where does Tamil Nadu excel compared to Kerala? Do they have a backbone, higher core user? Yes, I was in charge of this K-Phone sister counterpart in Tamil Nadu. അപ്പോൾ അവിടെ ഭാരത് നെറ്റ് എന്ന് പറഞ്ഞ പ്രോജക്റ്റാണ്. അതെവിടെ എത്തിയിട്ടില്ല. അവിടെ ഇപ്പോൾ K-Phone has completed the project. അവിടെ ഒരു പകുതി എന്തോ ആയിട്ടുള്ളൂ എന്നുള്ളതാണ് ഇൻ ടേംസ് ഓഫ് കണക്ടിവിറ്റി. അവർ തമിഴ്നാട് എക്സൽ എന്ന് വെച്ചാൽ ഐ തിങ്ക് ലാൻഡ് അലോട്ട്മെൻ്റ് ഒക്കെ ഭയങ്കര ഫാസ്റ്റാണ്. നമുക്കിവിടെ ഭയങ്കര പ്രോസസ്സാണ്. ഇറ്റ്സ് വെരി ക്ലീൻ പ്രോസസ്സ് ചെയ്യുക കേരളയിൽ. പക്ഷേ പ്രോസസ്സ് ഭയങ്കര എക്സ്റ്റെൻസീവാണ് പ്രോസസ്സ്. അവിടെ വളരെ ഈസി ആയിരുന്നു. ഫോർ എക്സാമ്പിൾ ഐ വാസ് MD എൽക്കോട്ട്. ഇറ്റ് വാസ് ആസ് സിമ്പിൾ ആസ് രാവിലെ ചോദിച്ചാൽ വൈകുന്നേരം ലാൻഡ് കൊടുത്തിരിക്കും. അങ്ങനത്തെ ഒരു പോളിസി ആയിരുന്നു ഞാൻ അഡോപ്റ്റ് ചെയ്തത്. അതുപോലെ തന്നെ ചീഫ് മിനിസ്റ്റർ US പോയപ്പോഴത്തേക്കും he said they took his office with him. He had an iPad and he was seeing them. Can you just describe like what? Yeah, see today Kerala entirely is on e-office. NIC യുടെ e-officeലാണ്. അപ്പോൾ CM also sees files online only. എല്ലാ ഫയൽസും ഇപ്പോൾ ഓൺലൈനാണ്. അതുകൊണ്ട് ഫിസിക്കൽ ഫയൽസ് അവിടെയൊക്കെ നിങ്ങൾ സെക്രട്ടറിയേറ്റ് പോയ ഫയൽസ് കാണും, അതൊക്കെ പഴയ ഫയൽസാണ്, ലെഗസി ഫയൽസാണ്. ഇപ്പോൾ എല്ലാം ഓൺലൈനാണ്. സോ എവിടെ നിന്ന് വേണമെങ്കിൽ ക്ലിയർ ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ ഇവിടെ ഈ റൂമിൽ നിന്ന് എനിക്ക് എൻ്റെ എല്ലാ ഫയൽസും ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പം കേരള ഇസ് റീച്ച് ദാറ്റ് സ്പേസ്. തമിഴ്നാട്ടിൽ അത്ര ഞാൻ വളരെ കഷ്ടപ്പെട്ടു ഒരു e-ഓഫീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ. IT ഡിപ്പാർട്ട്മെൻറ്റ് നോ വെയർ ഈസ് ദിസ് എക്സ്റ്റെൻസീവ്. ഇതിപ്പോൾ നമ്മുടെ ഏത് ഓഫീസ് VP ജോയ് സാർ അതിനെ പുഷ് ചെയ്തൊരു വഴിയാക്കി. സോ റൈറ്റ് അപ് ടു പഞ്ചായത്ത് ഓഫീസ് ഒക്കെ e-ഓഫീസ് ആക്കി. അതൊരു അഡ്വാൻറ്റേജ് അല്ലേ, ബിഗ് അഡ്വാൻറ്റേജ്. ഫിസിക്കൽ ഫയൽസ് ഇല്ലാത്ത ഓഫീസ് കേരളം മാത്രമേ ഉള്ളൂ. എനിക്കൊന്ന് 2021 ഓൺവേർഡ്സ് ഞാനത് ഇല്ല, ഇത് പുഷ് നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ സാറിൻ്റെ ആ പീരീഡിലാണ് ഞാനത് കണ്ടത്. ഞാൻ വന്നത് 2021 അപ്പോൾ ഭയങ്കര പുഷ്. എവറി ഓഫീസ് ഷുഡ് ബി എവറി മന്ത് ഇറ്റ് ബി റിവ്യൂ. ഏതൊക്കെ ഓഫീസാണ് ഇല്ല ലെഗസി ഫയൽസ്. ഇന്ത്യയിൽ ആദ്യത്തെ പേപ്പർലെസ് ഓഫീസ്, കംപ്ലീറ്റ്ലി പേപ്പർലെസ് ഓഫീസ് ഉണ്ടാക്കിയത് ഞാൻ. അപ്പം ഐ എം ടോക്കിംഗ് അബൌട്ട് 1999 തമിഴ്നാട് കോർപ്പറേഷൻ ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് വിമൻ എലിമെൻറ്റ്.
അവിടെയായിരുന്നു. അപ്പോൾ എൻ്റെ പ്രൊഡ്യൂസർ ഒരു ബ്രില്യൻ്റ് ഓഫീസറായിരുന്നു. പുള്ളി എല്ലാവരുടെയും ടേബിളിൽ കമ്പ്യൂട്ടർ കൊടുത്തു. അന്ന് കമ്പ്യൂട്ടർ കിട്ടാൻ വലിയ പാടാണ്. എവ്രിബഡി ഹാഡ് എ കമ്പ്യൂട്ടർ ഓൺ ഹിസ് ടേബിൾ. 50 പേരുണ്ടായിരുന്നു, 50 കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നു. ആൻഡ് ഈ നെറ്റ്വർക്ക് ഇറ്റ് ഇൻറ്റേർണലി. അപ്പോൾ എനിക്ക് വളരെ ഈസി ആയിരുന്നു ടു ഗെറ്റ് ഇൻ ടു ഈ ഓഫീസ്. അപ്പോൾ നമ്മളെന്താ അന്നൊരു ഡിസിഷൻ എടുത്ത്, ആൻഡ് ഐ തിങ്ക് ദാറ്റ് സ്റ്റാൻഡ്സ് ടുഡേ ഓൾസോ. ഈ ഫിസിക്കൽ ഫയൽസിനെ ഡിജിറ്റൈസ് ചെയ്യുന്നത് നല്ല കാര്യമാണ്, പക്ഷേ ഇറ്റ്സ് വെരി കോസ്റ്റ്ലി ബിസിനസ്. ഡിജിറ്റൈസേഷൻ ഈസ് എക്സ്ട്രീംലി കോസ്റ്റ്ലി. ഓരോ പേപ്പറും എന്തുമാത്രം സ്പേസ്, PDF ആയിട്ടാണ്. അപ്പോൾ ഇറ്റ്സ് ഗോയിങ് ടു ഓക്യുപ്പൈ. വേർഡ് ഫയൽ അല്ല, ഒരു ഫ്യൂ KBPS ആയിരിക്കും വേർഡ് ഫയൽ. എന്നിട്ട് ഒരു പേപ്പർ സ്കാൻ ചെയ്തിടുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും എന്തുമാത്രം സ്പേസ് വേണം. അപ്പോൾ ഞാൻ അവിടെ ചെയ്തത്, റൈറ്റ് നൗ വാട്ട് വി ഹവ് ഡൺ ഇൻ ICAIM ഓൾസോ ഇസ്, ലാസ്റ്റ് പേജ് ഓഫ് ദ ഫയൽ എന്നൊരു ജിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ആ ജിസ്റ്റിനെ സ്കാൻ ചെയ്ത് ഈ ഓഫീസിലിടുക. അവിടെ നിന്ന് ടേക്ക് ഓഫ് ചെയ്യുക. ആ നമ്പർ, ആ ഫയലിൻ്റെ നമ്പർ ഇവിടെയും കാണും, ഈ ഓഫീസിൻ്റെ ഫയൽ നമ്പർ അവിടെയും കാണും. സോ യു വോണ്ട് ടു ക്രോസ് ചെക്ക്, യു കൻ ഓൾവേസ് ക്രോസ് ചെക്ക്. My personal thing is we don't need to invest too much in digitization of old files. But നല്ലതാണ്, ബിക്കോസ് ഈ പഴയ ഫയൽസൊക്കെ പേപ്പറൊക്കെ കീറി പോവും, റെക്കോർഡ്സ് കാണാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഡിജിറ്റൈസ് ചെയ്യുന്നത് നല്ലതാണ്, പക്ഷേ യു നീഡ് ടു ഫൈൻഡ് ദ മണി. ഇറ്റ്സ് എ ലോട്ട് ഓഫ് മണി ദാറ്റ്സ് റിക്വയർഡ്. As of now, if we പറഞ്ഞ auto escalation implement ചെയ്യണ മുമ്പ് തന്നെ, do you see government departments effectively using that for tracking? ഇല്ലെങ്കിൽ നേരത്തെ പറഞ്ഞില്ല, ഇപ്പോൾ ഒരു ഫയൽ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്, അപ്പോൾ ഗവൺമെന്റൽ സൈഡിൽ നിന്ന് അങ്ങനെ ഒരു effective use of Case Smart as of now കാണുന്നുണ്ട്. Because every person has a dashboard. He can see how many files are pending downstairs. അപ്പോൾ ഒരു പഞ്ചായത്ത് സെക്രട്ടറി എടുത്തു കഴിഞ്ഞാൽ ആ പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഓരോ അസിസ്റ്റൻറ്റിൻ്റെയും ക്ലാർക്കും സൂപ്പറിൻ്റെ കയ്യിലിരിക്കുന്ന എല്ലാ ഫയൽസും പുള്ളി കാണാൻ പറ്റും. അവർ എത്ര മണിക്കൂറാണ് വെച്ചുകൊണ്ടിരിക്കുന്നത്, എത്ര ദിവസം വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഇപ്പം വന്നു കഴിഞ്ഞത് ഭയങ്കര സ്പീഡായിട്ടുണ്ട്. ഇപ്പോൾ 3-4 days ഒക്കെയാണ് കാണിക്കുന്നത്. പണ്ട് ഇതിലും കൂടുതൽ കാണിക്കുന്നത് തുടങ്ങിയ സമയത്തൊക്കെ, ബിക്കോസ് ദേ ആർ ഗെറ്റിംഗ് യൂസ്ഡ് ടു ഇറ്റ്. അപ്പം ദർ ഇസ് ബട്ട് ഐ പേഴ്സണലി ഫീൽ ദാറ്റ് ഇറ്റ് ഷുഡ് ബി ലിങ്ക് ടു യുവർ പെർഫോമൻസ്. നമ്മൾ ഈ ഗവൺമെൻറ്റിൻ്റെ ഒറ്റ വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ദർ ഇസ് നോ പെർഫോമൻസ് ഇൻസെൻറ്റീവ് ഓർ നോൺ പെർഫോമൻസ് ഡിസിൻസെൻറ്റീവ്. ജോലി ചെയ്താലും ചെയ്തില്ലെങ്കിലും ശമ്പളം കിട്ടും. ദിസ് എ ഫാക്ട് ഓഫ് ലൈഫ്. സോ സർട്ടൺ പീപ്പിൾ വർക്ക് ലൈക്ക് മാൻ, സർട്ടൺ പീപ്പിൾ ഡോണ്ട് വർക്ക്. പിന്നെ ഈ ലോഡ് ബാലൻസിങ് ഉണ്ടല്ലോ, നമ്മുടെ ഈ ഡേറ്റയിൽ തന്നെ ലോഡ് ബാലൻസിങ്. ചിലർക്ക് ജോലി കുറവായിരിക്കും, ചിലർക്ക് ഭയങ്കര അമിതഭാരമായിരിക്കും. അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് ഉണ്ട്. സോ വി നീഡ് ടു ടാക്കിൾ ഓൾ ദിസ് ടു മേക്ക് ഇറ്റ് ഹാപ്പൻ. ഞാനൊക്കെ എപ്പോൾ പോയാലും വി ക്രിയേറ്റ് ദിസ് ഓഫീസ് ഓർഡർ. അത് ഞാനിവിടെ കേരളയിൽ അങ്ങനെ അത്രയും ഡീറ്റെയിലായിട്ട് കണ്ടിട്ടില്ല, പക്ഷേ ദിസ് ഓഫീസ് ഓർഡർ ഇസ് വെരി വെരി ക്രിട്ടിക്കൽ. ഓഫീസ് സ്മൂത്തായിട്ട് ഓടണമെങ്കിൽ ആരൊക്കെ എന്ത് ചെയ്യുന്നു ആദ്യമേ അറിയണം. അവർക്ക് എങ്ങനെയായിരുന്നു അവരുടെ വർക്ക്. ചിലവർ പറയും ഞങ്ങൾക്ക് ഭയങ്കര കഷ്ടമാണ് സാർ, ഒന്ന് മാറ്റി തരുമെന്ന് പറയാം. സബ്ജക്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുക്കാൻ പറ്റും. സോ ക്രിയേറ്റിംഗ് ദ ഓഫീസ് ഓർഡർ and creating a little of balance so that everybody, gets the same salary, works equally. ആ ഒരു കൺസെപ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം കുറേ നമ്മൾ ഈ റിഫോംസ് സൈഡിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ നാഷണൽ എന്താണ് പറയുന്നത്, ഈ റിഫോംസൊക്കെ വലിയ വലിയ ബുക്സൊക്കെ ഇറക്കിയിട്ടുണ്ട്. പക്ഷേ എസെൻഷ്യലി ഈ ഓഫീസൊക്കെ കൊണ്ടുവന്ന് കഴിയുമ്പം തന്നെ നമുക്കിത് കൃത്യമായിട്ട് മാപ്പ് ഔട്ട് ചെയ്യാൻ പറ്റും. ആരെന്ത് ചെയ്യുന്നു, ആരെന്ത് ചെയ്യുന്നില്ല, കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. സോ ഡേറ്റ ഈസ് ഔട്ട് ദെയർ. We need to, so I brought it to the notice of the government, saying that we have e-office, we have GIS integration, ഇതെല്ലാം ഉണ്ട്. പക്ഷേ ഈ വയനാട് ലാൻഡ്സ്ലൈഡിൻ്റെ റീഹാബിലിറ്റേഷൻ്റെ ഫയലിൽ തിങ്സ് ആർ മൂവിങ് വെരി സ്ലോലി. ഈവൻ ദ ബെനിഫിഷ്യറി ലിസ്റ്റ് പോലും എറേഴ്സ് ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത്, അല്ലേ? There were issues. So what happened there? Like, do you think we could have been moved far? You're trying me into a very sensitive area. അല്ല, വേറൊന്നുമല്ല, കേരളം പോലെ ഇത്രയും സെൻട്രൽ ഗവൺമെന്റിന് കൊടുക്കേണ്ട പല ഇതുവരെ അക്കൗണ്ട്സ്. I have absolutely no idea how it works. ബെനിഫിഷ്യറി ലിസ്റ്റിൽ പോലും we couldn't finalize it. The first list for the people were protesting after the first list came. Something has happened, like it's an advantage. When so many departments are working together, it's bound to create some friction, or I don't know how it happens. എനിക്ക് ആ ഏരിയ അറിയത്തില്ല. I mean, frankly, I would not want to count. It's very sensitive. പക്ഷേ ഇതൊക്കെ നമുക്ക് ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ, വൺ കേരള GIS എന്നൊക്കെ പറഞ്ഞ പോലെ ഓരോ ഹ്യൂമൻ ബീങ്ങിനെ നമുക്ക് മാപ്പ് ചെയ്യാൻ പറ്റും. പ്രൈവസി തന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ക്വാണ്ടം സെക്യൂരിറ്റി കൊടുത്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ടുഡേ ടെക്നോളജീസ് ആർ ഓൾ ദെയർ. ഞാൻ പറഞ്ഞ പോലെ വി നീഡ് ടു ഇൻവെസ്റ്റ്. ഇറ്റ്സ് ടൈം ടു ഇൻവെസ്റ്റ്. ഇപ്പോൾ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ എപ്പോൾ ചെയ്യും എന്നുള്ള ക്വസ്റ്റ്യൻ. So other states, other countries are moving forward. So Kerala ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്, if you ask me. But we need to take it to a level where we can use technology pervasively. ആ ഒരു ലെവലിലേക്ക് നമ്മൾ കൊണ്ടുവരണം. ഇപ്പോൾ നമ്മൾ പല ഇതിലാണ് നിൽക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ
ഇൻഫർമേഷൻ കേരള മിഷൻ ചെയ്യുന്നുണ്ട്, IT മിഷൻ ചെയ്യുന്നുണ്ട്, സീഡിറ്റ് ചെയ്യുന്നുണ്ട്. ഇത് മൂന്ന് വിധത്തിലാണ് ചെയ്യുന്നത്. മനസ്സിലായോ? ഞാൻ സജഷൻ കൊടുത്തത് വി ഷുഡ് ഹാവ് ഓൺലി വൺ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് സ്റ്റൈൽ ആൻഡ് വൺ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ഏജൻസി. എവറിബഡി ക്യാൻ ബി സബ്സ്യൂംഡ് ഇൻ ദിസ്. അതൊരു ബിഗ് വിഷനാണ്. പക്ഷേ നമ്മൾ ഇൻ ഗവൺമെൻറ് വി ഡോണ്ട് ഗിവ് അപ്പ് അവർ ടെറിട്ടറി. അതുപോലെ തന്നെ കൊച്ചിൻ കോർപ്പറേഷന്റെ ബർത്ത് ആൻഡ് ഡെത്ത് സർട്ടിഫിക്കറ്റ് TCS അത് അതുണ്ടായിരുന്നു. അത് 2010 ഇറ്റ്സ് അറൌണ്ട് 15 years back. So I am actively involved in that. ഇപ്പോൾ because what happened for some years Kochi corporation was the only corporation which didn't have അല്ല എന്താണ് പറ്റിയത് ആ സമയത്ത് TCSും കോർപ്പറേഷനും എന്തോ ഇഷ്യൂ ഉണ്ടായി. ഹാഫ് വേ വെൻ ത്രൂ. അപ്പോഴേക്കും ഇവരുടെ ബർത്ത് ഡെത്ത് എല്ലാം ഈ സോഫ്റ്റ്വെയർ വഴിയാണ് ചെയ്യേണ്ടിരുന്നത്. പക്ഷേ ഓൾ ദി ടെക്നോളജീസ് വെൻ്റ് അവേ. ഇപ്രാവശ്യം എനിക്ക് വെൻ ഐ ഹാഡ് ടു ഡു ദ ഡേറ്റ പോർട്ടിങ് എനിക്ക് ഏറ്റവും ഡിഫിക്കൽട്ട് അവിടെയായിരുന്നു. ബിക്കോസ് നോ ബഡി വാസ് ദെയർ ഫ്രം TCS. അപ്പോൾ അന്നത്തെ ഡെവലപ്പേഴ്സ് 2005 or 2006 ഡെവലപ്പേഴ്സിന് ഞാൻ കാനഡയിലൊക്കെ വിളിച്ചിട്ടാണ് അവരുടെ ഹെൽപ്പൊക്കെ ചോദിച്ചാണ് ചെയ്തത്. ഇത് പോയിന്റ്. ഇപ്പോൾ ഡെവലപ്പേഴ്സ് പോകുമ്പോഴേ ആ ടീം അങ്ങ് പോകുമ്പം അതെങ്ങനെയാണ് അകത്ത് കയറുക, ഡേറ്റയിൽ എങ്ങനെയാണ് സോഴ്സ് ചെയ്യുക, ഞങ്ങൾ അങ്ങനത്തെ ഇഷ്യൂസ് വന്നു. Actually, Cochin Corporation Calicut, there must be a single consultant like your agency which can. ഇപ്പം ഞങ്ങളാണ് അതെല്ലാം കഴിഞ്ഞു. ആ ഇഷ്യൂ എല്ലാം കഴിഞ്ഞു. TCSൻ്റെ ഇഷ്യൂ ഒക്കെ കഴിഞ്ഞു. TCS is a world class organization. But for whatever reason, it got stuck at some point. It could be a managerial issue. It could be a developmental issue. I don't know what it was. പക്ഷേ ഈ ഡേറ്റ എല്ലാം ഒരു സോഫ്റ്റ്വെയർ സെർവറിനകത്ത് കിടക്കുന്നു. വി വർ നോട്ട് ഏബിൾ ടു യൂസ് ഇറ്റ് ഇഫക്റ്റീവ്ലി. എന്തെങ്കിലും പ്രശ്നം പറ്റിയാൽ എല്ലാവരും IKM ഇത് വരും. വി ഹാഡ് നോ ക്ലൂ ഹൗ ടു ഡു ഇറ്റ്. ഫ്രാങ്ക്ലി ഞങ്ങളുടെ താക്കോലില്ല, വീട് വല്ലവരുടെ കയ്യിലാണ്. അവർ താങ്കൾ കൊണ്ടുപോയി. ഒരു ഭയങ്കര ഇഷ്യൂ ആയിരുന്നു. പക്ഷേ ലക്കിലി ദോസ് ഡെവലപ്പേഴ്സ് ഇൻഡിവിജ്വലി ഞങ്ങൾ അവരെ കോൺടാക്ട് ചെയ്ത് പലരും പല കൺട്രീസിലാണ് ഇപ്പം. അപ്പം അങ്ങനത്തെ ഡിഫിക്കൽട്ടീസ് ഉണ്ട്.